ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ലൊരു ഗോതമ്പ് അടയാണ്. അതിനായിട്ട് ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കും. അതിനകത്ത് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് നമ്മളത് മടക്കി അതിനെ അട പോലെ ഉണ്ടാക്കിയെടുക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഗോതമ്പടയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോകളൊക്കെ ഞാനിടും, അപ്പോൾ അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ്, ഈ ഒരു കപ്പിന് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ 1 വെല്ലം ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുമല്ല തണുപ്പുമല്ലാത്ത സാധാരണ നോർമൽ വാട്ടറാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ദോശയുടെ കൺസിസ്റ്റൻസിയിൽ നമ്മളത് ഇളക്കി അതിനെ കലക്കിയെടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ പാന ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 2 ഏലക്കായും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര നമ്മുടെ ഇഷ്ടമുള്ള ആ ഒരു മധുരത്തിൻ്റെ അളവിന് എടുത്താൽ മതിയാവും. അര എടുക്കേണ്ടിയവർ അര ഭാഗം എടുത്താൽ മതിയാവും. ഞാനിവിടെ 1/4 അല്ലെങ്കിൽ 1 ഭാഗത്തിനടുത്ത് ഒരു ശർക്കരയ്ക്കടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ദോശ ചുടാനെടുക്കാം. ഞാനിവിടെ ഒരു ദോശ പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ തിരിച്ച് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം. അങ്ങനെ 2 സൈഡും നമ്മൾ നന്നായിട്ടൊന്ന് നെയ്യ് തടവി എടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ശരിക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ തേങ്ങയും ശർക്കരയും കൂടെ വെച്ച ആ ഒരു മിക്സ് കൂട്ട് നമുക്ക് ഒന്ന് ഇട്ടൊന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് മൂപ്പിച്ചിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചെടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മടക്കുമ്പോൾ അത് തിരിച്ചിടുമ്പോൾ ഒക്കെ അത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ സൈഡിലൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ മാവിൻ്റെ ഒരു കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കും സൈഡിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒന്നും ഇത് തേങ്ങയൊന്നും വെളിയിലോട്ട് പോകത്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിയിരുന്നോളും. ഇങ്ങനെ നമ്മൾ ഓരോ ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ദോശമാവ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ ദോശയും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. നല്ല നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.